show that determinant A, B, C A plus 2x B plus 2y C plus 2z x, y, z. Show that equal to 0. Determinant A, B, C A plus 2x B plus 2y C plus 2z x, y, z equal to 0. ഇത് ഷോ ചെയ്യണം. ഓക്കെ, എങ്ങനെയാണ് നമുക്കിത് ചെയ്യാമെന്ന് നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇവിടെ സെക്കൻഡ് റോ രണ്ട് എലമെന്റിന്റെ സമ്മാണ്, രണ്ട് ടേമിന്റെ സമ്മായിട്ടാണ് സെക്കൻഡ് റോ. ഇപ്പൊ ഫിഫ്ത്ത് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് രണ്ട് ഡിറ്റർമിനന്റ് സമ്മായിട്ട് എഴുതാം. ആദ്യം ഫസ്റ്റ് എലമെന്റ് വെച്ച് ചെയ്തു, പിന്നെ സെക്കൻഡ് എലമെന്റ് വെച്ച് ചെയ്തു. ഇനി ഇത് ഐഡന്റിക്കൽ റോ ആണ്, ആൻസർ 0 പ്ലസ് ഇത് സെക്കൻഡ് റോയിൽ നിന്ന് 2 കോമൺ എടുക്കാം. ഇവിടെയും ഐഡന്റിക്കൽ റോ ആണ് എക്സ്, അപ്പൊ അതിന്റെ ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. അപ്പൊ 0 പ്ലസ് 2 ഇൻറ്റു 0 ആൻസർ കിട്ടും, ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. നമ്മോട് ഷോ ചെയ്യാൻ പറഞ്ഞ ഇത് ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് determinant A plus B two A ten A plus 6B plus 3C equal to A cube. ഇതിന്റെ വാല്യൂ ഇതാണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു എലമെന്റ് ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ള രണ്ടും 0 ആക്കാം. ഫസ്റ്റ് എലമെന്റ് വെച്ചിട്ട് ഡിറ്റർമിനന്റ് കാണുമ്പോൾ ഒറ്റ എലമെന്റ് വെച്ച് പിന്നെ ഡിറ്റർമിനന്റ് കണ്ടാൽ മതി. അപ്പോൾ അതിനും വേണ്ടി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുക.
ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇനി നമുക്ക് ഈ എ എന്നുള്ള എലമെൻ്റ് വെച്ച് മാത്രം ഡിറ്റർമിൻ്റ് കാണാം. ബാക്കി രണ്ടും 0 ആയാൽ ഇത് എ ഇൻറ്റു ഈ ഡിറ്റർമിൻ്റ് നേരിട്ട് പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടി ഞാൻ R2 ചേഞ്ചസ് ടു R2 മൈനസ് 2R1 2A മൈനസ് 2 ഇൻറ്റു എ 0 ആയി കിട്ടും. ഒറ്റ എലമെൻറ്റ് നോക്കുക, ചെയ്യുമ്പോൾ എല്ലാം ചെയ്യാം. ഒരു എലമെൻറ്റ് വെച്ച് രണ്ട് ഓപ്പറേഷൻ നമ്മൾ മാട്രിക്സ് പറഞ്ഞ പോലെ ചെയ്യാം, ഒരുമിച്ച് ചെയ്യും. R3 3A മൈനസ് 3A 0 ആയി കിട്ടും. അപ്പം 3R1. ഇത് R1 എന്നുള്ള ഒരൊറ്റ ഈ R1 വെച്ചിട്ടാണ് നമ്മൾ ഈ R2 R3 0. R3 0 കാരണം ഫസ്റ്റ് എലമെൻറ്റ് മാത്രം നോക്കുമ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് വെച്ച് നോക്കുക, ചെയ്യുമ്പോൾ മൊത്തം ചെയ്യും. ഒരു എലമെൻറ്റ് വെച്ച് രണ്ടെണ്ണം ചെയ്യുകയാണെങ്കിൽ ഒരൊറ്റ സ്റ്റെപ്പ് ചെയ്യും. റെഡി ആയെന്ന് വിചാരിക്കും. ഈക്വൽ ടു A³ കിട്ടണം. നമുക്ക് അതിലേക്ക് എത്തിക്കാം. ഫസ്റ്റ് റോക്ക് മാറ്റില്ല. സെക്കൻഡ് റോ മൈനസ് 2 ഇൻറ്റു ഫസ്റ്റ് റോ 2A മൈനസ് 2A 0. 3A പ്ലസ് 2B മൈനസ് 2 ഇൻറ്റു A പ്ലസ് B എ. ഇത് മൈനസ് 2 ഇൻറ്റു ഇത് 2A പ്ലസ് B. ഇത് മൈനസ് 3 ഇൻറ്റു ഇത് 0. ഇത് മൈനസ് 3 ഇൻറ്റു ഇത് 3A. 7 3B. അപ്പം നമുക്ക് ഫസ്റ്റ് കോളം വെച്ച് ഡിറ്റർമിൻ്റ് കാണാം. എ ഇൻറ്റു അടുത്ത് 0 ഇൻറ്റു സംതിങ് 0 0 ഇൻറ്റു സംതിങ് 0 അടുത്ത് വേണമെന്നില്ല, അത് രണ്ടും 0 ആയി പോകും. അപ്പോൾ കൂടുതൽ 0 ഉള്ള റോയോ കോളോ ചെയ്യുകയാണെങ്കിൽ ആ 0 ഇൻറ്റു എന്നുള്ളത് 0 ആയി പോകും. അപ്പോൾ ഫസ്റ്റ് എലമെൻ്റ് വെച്ച് മാത്രമേ ഡിറ്റർമിൻ്റ് കാണാണ്ടാവുള്ളൂ. മറ്റേ 0 ആവും, ഇതും 0 ആയി പോകും. അല്ലെങ്കിൽ പ്ലസ് 0 എന്നിടാം, ബാക്കി ഫുള്ള് 0 ആവും. ഇതിൻ്റെ ഡിറ്റർമിൻ്റ് ത്രീ എ ബിയും ക്യാൻസൽ. സെവൻ A സ്ക്വയർ മൈനസ് 6A സ്ക്വയർ A സ്ക്വയർ A ഇൻറ്റു A സ്ക്വയർ A³ ഈക്വൽ ടു റൈറ്റ് ആൻഡ്. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വിത്തൗട്ട് എക്സ്പാൻഡിങ് നമ്മൾ ഫസ്റ്റ് എലമെൻറ്റ് ഇൻറ്റു ആ റോയും കോളം ഡിലീറ്റ് ചെയ്ത് ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിൻറ്റ് അങ്ങനെ കാണുക. എക്സ്പാൻഷൻ അലോങ് R1, എക്സ്പാൻഷൻ അലോങ് R2 അങ്ങനെ കാണുന്നതിനാണ് എക്സ്പാൻഡ് ചെയ്ത് ഡിറ്റർമിൻറ്റ് കാണാമെന്ന് പറയും. വിത്തൗട്ട് എക്സ്പാൻഡിങ്, എക്സ്പാൻഡ് ചെയ്യാതെ പ്രൂവ് ദാറ്റ്
ഇതിൻ്റെ ആൻസർ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യാനേ പാടില്ല, 0 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. ഫസ്റ്റ് റോ 2 എലമെൻറ്റിൻ്റെ സമ്മായിട്ടാണുള്ളത്. ഇപ്പോൾ 2 ഡിറ്റർമിനൻ്റ് സമ്മാക്കിയിട്ട് എഴുതാം. അങ്ങനെ എഴുതിയിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാതെ കിട്ടൂല. വേറൊരു ഐഡിയ പറഞ്ഞുതരാം. പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് റോനെ ഫസ്റ്റ് റോ പ്ലസ് സെക്കൻഡ് റോ ചെയ്യാം. അപ്പം എന്താ വരിക? ഡിറ്റർമിനൻറ്റ് എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ്. അടുത്ത് എന്താ വരിക? ഇത് രണ്ടും ആഡ് ചെയ്താൽ വൈ പ്ലസ് സെറ്റ് പ്ലസ് എക്സ്, എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ്. അടുത്ത് ആഡ് ചെയ്താൽ എന്താ വരിക? എക്സും വൈയും സെറ്റും. അടുത്ത സെറ്റ് എക്സ് വൈ 1 1 1. ക്ലിയറായി. ഇനി ഫസ്റ്റ് റോന്ന് എന്ത് കോമൺ എടുക്കാം? എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ്. എല്ലാത്തിലും എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് ഉണ്ട്, അത് കോമൺ എടുക്കാം. ഇൻറ്റു 1 1 1 z x y 1 1 1 x plus y plus z into ഐഡന്റിക്കൽ റോ, ഡിറ്റർമിനന്റ് 0. അപ്പോൾ 0. ഒരു എക്സ്പാൻഷൻ നമ്മൾ ചെയ്തിട്ടില്ല. ഒരു എക്സ്പാൻഷൻ ചെയ്യാതെ ഡിറ്റർമിനന്റ് 0 ആണെന്ന് നമ്മൾ പറഞ്ഞു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇവാലുവേറ്റ് അടുത്ത ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് 1 1 1 ABC BC AC AB ഈക്വൽ ടു അല്ല, ഇവാലുവേറ്റ് ഇത്ര മതി. ഇതിൻ്റെ വാല്യൂ കാണാം. ഇവാലുവേറ്റ് അതിൽ നമുക്ക് ഇവാലുവേറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ മാറ്റിയിട്ട് prove that equal to a minus b, b minus c, c minus a. ഇത് ഈക്വൽ ടു ഇത് എന്ന് പ്രൂവ് ചെയ്യണം. ഇവാലുവേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നേരിട്ട് ഡിറ്റർമിനന്റ് കണ്ടാലും തെറ്റില്ല, നമ്മൾ ആൻസർ കിട്ടിയാൽ മതി. അത് നിങ്ങളിങ്ങനെ നേരെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ലാസ്റ്റ് ആൻസർ കണ്ടാൽ മതി. പക്ഷെ പ്രൂവ് ദാറ്റ് എന്ന് പറയുമ്പോൾ ഇതേ ആൻസറിലേക്ക് എത്തിക്കണം. ക്ലിയർ അല്ലേ? പിന്നെ അവിടെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഡിറ്റർമിനന്റ് കാണാൻ വേണ്ടി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതായത് ഈ വണ്ണും 0 ആക്കുന്നു. എന്നാൽ ഒരൊറ്റ എലമെന്റ് വെച്ച് അപ്പോൾ R2 ചേഞ്ചസ് ടു R2 മൈനസ് R1, R3 ചേഞ്ചസ് ടു R3 മൈനസ് R1. ഓക്കെ, അപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്തിട്ട് അത് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ്
R2 changes to R2 minus R1. R3 changes to R3 minus R1. അപ്പോൾ ഇതെന്തായി വരും? R1 മാറ്റില്ല, R2 0, B minus A, AC minus BC, R3 minus R1, 0, C minus A, AB minus BC. അപ്പോൾ ഇനി ഒരൊറ്റ എലമെൻ്റ് വെച്ച് ഡിറ്റർമിൻ്റ് കണ്ടാൽ മതി. ഫസ്റ്റ് കോളം വെച്ച് ഡിറ്റർമിൻ്റ് കാണുമ്പോൾ ഫസ്റ്റ് എലമെൻ്റ് വെച്ച് മതി, ബാക്കി 0 ആവും. 1 into B minus A, AC minus BC, C minus A, AB minus BC. കോമൺ ഉണ്ടെങ്കിൽ കോമൺ എടുക്കുകയാണെങ്കിൽ ഡിറ്റർമിൻ്റ് കാണാൻ വളരെ സിമ്പിളാവും. കോമൺ എടുക്കുകയാണെങ്കിൽ ഡിറ്റർമിൻ്റ് കാണാൻ വളരെ സിമ്പിളാവും. അപ്പോൾ B മൈനസ് ഇത് C കോമൺ എടുത്താൽ ബാക്കി A മൈനസ് B കോമൺ എടുത്താൽ A മൈനസ്. നമുക്ക് ഫസ്റ്റ് റോന്ന് A മൈനസ് B കോമൺ എടുക്കാമല്ലോ. പക്ഷെ ഇവിടെ B മൈനസ് A അല്ലേ, A മൈനസ് B എടുക്കുമ്പോൾ ഇവിടെ -1 ആവും, ഇവിടെ C ആവും. ഇവിടെ നിന്ന് എന്ത് കോമൺ എടുക്കാം? A മൈനസ് C. അപ്പോൾ ഇവിടെ -1 ആവും. അപ്പോൾ A മൈനസ് B, A മൈനസ് C, ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് -B പ്ലസ് C. A മൈനസ് B, C മൈനസ് B, A മൈനസ് C. ഇവിടെ A മൈനസ് B, B മൈനസ് C, C മൈനസ് ആണ്. A മൈനസ് B ഒക്കെ B മൈനസ്, ഇതിനെ തിരിച്ചിടണം. അപ്പം നെഗറ്റീവ് പുറത്തുണ്ടാവും. ഇതിനെ തിരിച്ചിടണം, അപ്പോൾ ഒരു നെഗറ്റീവ് പുറത്ത്, 2 നെഗറ്റീവ് കൂടി പോസിറ്റീവായി കറക്റ്റായി. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇതാണ് ആൻസർ കിട്ടുക. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളതും ഈക്വൽ ടു റൈറ്റ് ആൻസർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത്രയും ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. പ്രൂവ് ദാറ്റ് B plus C, A, B C plus A, B, C A plus B equal to 4ABC. Prove that. ഇത് പ്രൂവ് ചെയ്യണം. B plus C, determine B plus C, A, B C plus A, B, C A plus B എന്നുള്ളത് 4ABC ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൽ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാമെന്നുള്ളത്. ഇതിൽ ഏതെങ്കിലും 2 എലമെൻറ്റ് 0 ആക്കാൻ പറ്റുമോ നോക്കാം. ഇത് പ്രയാസമാണ്. ഏതെങ്കിലും ഒന്ന് 0 ആക്കാം, അതേവിടെ നടക്കുള്ളൂ. എന്നിട്ട് ഡിറ്റർമിൻ്റ് കാണാം. അല്ല നേരിട്ട് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്താൽ മതി. 4ABC ആണ്, നേരിട്ട് അങ്ങ് എക്സ്പാൻഡ് ചെയ്താലും മതി, ആൻസർ കിട്ടും. അപ്പോൾ ഏതെങ്കിലും ഒന്ന് 0 ആക്കുകയാണെങ്കിൽ ഇതും മൈനസ് ചെയ്താൽ ഒന്ന് 0 ആവും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. ഇതിൽ
ഇത് മൈനസ് C3 ചേഞ്ചസ് ടു C3 മൈനസ് C2. C3യും C2യും മൈനസ് ചെയ്ത 0 കിട്ടും. ഒരു എലമെൻറ്റ് 0, രണ്ടെണ്ണം 0 ആക്കാൻ കഴിയും. അപ്പോൾ ഇതെന്താവും? B പ്ലസ് C സീറോ അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ ചെയ്യാനുണ്ടാവും. അപ്പോൾ അതിനും നല്ലത് നമുക്ക് കുറേ സിമ്പിളായിട്ട് കിട്ടണമെങ്കിൽ R1 ചേഞ്ചസ് ടു R1 മൈനസ് R2 മൈനസ് R3 ചെയ്തത്. അപ്പോൾ B പ്ലസ് C മൈനസ് B മൈനസ് C, അപ്പോൾ 0 എന്ന് കിട്ടും ഫസ്റ്റ് എലമെൻറ്റ്. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് എത്തിയത് B പ്ലസ് C മൈനസ് B മൈനസ് C 0, A മൈനസ് C മൈനസ് A മൈനസ് C, അപ്പോൾ മൈനസ് 2C, A മൈനസ് B മൈനസ് A മൈനസ് A മൈനസ് B, A മൈനസ് B മൈനസ് A മൈനസ് B, അപ്പോൾ മൈനസ് 2B ചെറുതായി കിട്ടും. പിന്നെ B C പ്ലസ് A B C C A പ്ലസ് B. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് റോ വെച്ചിട്ടോ ഫസ്റ്റ് കോളം വെച്ചിട്ടോ ഡിറ്റർമിനൻ്റ് കാണും. വേണമെങ്കിൽ ഫസ്റ്റ് റോയിൽ നിന്ന് -2 പുറത്തെടുക്കാം. ഫസ്റ്റ് റോ വെച്ച് ഡിറ്റർമിനൻ്റ് കാണാം. -2 ഇൻറ്റു ഡിറ്റർമിനൻറ്റ്. ഫസ്റ്റ് എലമെൻറ്റ് 0 ആയി. -C ഇൻറ്റു B ഡിറ്റർമിനൻറ്റ് -C ഇൻറ്റു A പ്ലസ് B B C A പ്ലസ് B പ്ലസ് B ഇൻറ്റു B C പ്ലസ് A C C. ഓക്കെ, ഇനി ഇവിടെ ഏതാ ബാക്കി? -2 ഇൻറ്റു -C ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് B ഇൻറ്റു A പ്ലസ് B മൈനസ് BC പ്ലസ് B ഇൻറ്റു BC മൈനസ് C ഇൻറ്റു C പ്ലസ് A 2 ഇൻറ്റു -C ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യുക AB പ്ലസ് B സ്ക്വയർ മൈനസ് BC പ്ലസ് B ഇൻറ്റു BC മൈനസ് C സ്ക്വയർ മൈനസ് CA 2 ഇൻറ്റു മൈനസ് ABC മൈനസ് B സ്ക്വയർ C പ്ലസ് BC സ്ക്വയർ പ്ലസ് B സ്ക്വയർ C മൈനസ് BC സ്ക്വയർ മൈനസ് ABC. ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇവിടെ -2 ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ എടുത്തപ്പോൾ -2 പോയി. ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം വരിക. -2 ക്ലിയർ ആയെന്ന് വിചാരിക്കും. മൈനസും പ്ലസും ക്യാൻസൽ, സോറി മൈനസും പ്ലസും ക്യാൻസൽ, ഈ പ്ലസും മൈനസും ക്യാൻസൽ. ബാക്കി -ABC മൈനസ് ABC ഇൻറ്റു -2ABC -2 ഇൻറ്റു -2 4ABC ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കും. ഇത് പ്രൂവ് ചെയ്ത രീതിയാണ് ഈ കാണിച്ചത്. ഓക്കെ, സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കുക. 2 എലമെൻറ്റ് 0 ആക്കാൻ നോക്കുക, അല്ലെങ്കിൽ 1 എലമെൻറ്റ് 0 ആക്കുക. അല്ലെങ്കിൽ ആൻസർ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഇവിടെ ആൻസർ നോക്കിയിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. ചില ക്വസ്റ്റ്യൻ ആൻസർ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് ഓപ്പറേറ്റും ചെയ്യാം. ഓക്കെ, റെഡി ആയെന്ന് വിചാരിക്കും.